നമ്മളെല്ലാവരും തന്നെ സോഷ്യൽ മീഡിയയിൽ കോണ്ടന്റുകൾ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ലൈക്ക്, ഷെയർ, ഫോളോവേഴ്സ് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടെ മാത്രമായിരിക്കില്ല. പല ആളുകൾക്കും അതൊരു വേ ഓഫ് എക്സ്പ്രഷൻ ആയിരിക്കും. അവരുടെ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ അവർ ലോകത്തിനെ അറിയിക്കാൻ ഉപയോഗിക്കുന്ന രീതിയായിരിക്കും. മറ്റു ചിലർക്ക് അവർക്ക് അറിയുന്ന ചില കാര്യങ്ങൾ ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യണം എന്നുള്ള ജെനുവൻ ആയിട്ടുള്ള പർപ്പസ് കൊണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടെ അക്കമ്പനി ചെയ്ത് വരുന്നതാണ് പലപ്പോഴും മോണിറ്ററി ബെനിഫിറ്റ്സ്. ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളൊരു വഴി ഇപ്പോൾ എന്നെ അറിയുന്ന നിങ്ങളിൽ പലർക്കും അറിയാം. ഞാൻ കുറച്ച് കാലമായിട്ട് സജീവമായിട്ട് കേരളത്തിലെ ടെലിവിഷൻ ചാനലുകളിൽ പരിപാടി അവതരിപ്പിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാമുകളിൽ ആക്റ്റീവായിട്ട് നിൽക്കുകയും ചെയ്യുന്ന ഒരാളാണ്. 1-2 സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്, പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ലൈഫും ലൈഫ് സ്റ്റൈലും അത്തരത്തിലുള്ള പല കാര്യങ്ങളുമായിട്ട് എനിക്ക് കുറച്ചും കൂടെ മോണിറ്ററി ബെനിഫിറ്റ്സ് ഉണ്ടാക്കുന്ന കോണ്ടൻറ്റുകൾ ഉറപ്പായിട്ടും ചെയ്യാൻ സാധ്യതയുള്ള ഒരാളാണ്. പക്ഷേ എന്നിട്ടും ഞാനത് ചെയ്യാതെ എനിക്ക് കിട്ടുന്ന മീഡിയം ഒക്കെ കുറച്ചും കൂടെ എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്ന, ഇതൊരു കുറച്ചും കൂടെ ഒരു ബെറ്റർ വേൾഡ് ആക്കാൻ, ഇമോഷണലിയും മെൻ്റലി ഒക്കെ കുറച്ചും കൂടെ ഹെൽത്തിയർ ആയിട്ടുള്ളൊരു വേൾഡ് ആക്കാൻ ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിലൊരു പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്തെടുക്കാൻ ജെനുവിൻലി ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ കോണ്ടൻറ്റുകൾ ഞാൻ അങ്ങനെ ചൂസ് ചെയ്തിട്ടാണ് കുറച്ച് കാലമായിട്ട് പ്രത്യേകിച്ച് ചെയ്യാറുള്ളത്. അപ്പോൾ എന്നെ ഫോളോ ചെയ്യുന്ന നിങ്ങളിൽ പലർക്കും അറിയുന്നൊരു കാര്യമാണ്. ഇതിപ്പോൾ ഞാനിവിടെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ ഒരു റീല് ഷെയർ ചെയ്യുണ്ടായി. അത് കണ്ടാൽ തന്നെ അറിയാം, അത് വലിയ പ്രിപ്പറേഷനോടെ ഇരുന്ന് ഷൂട്ട് ചെയ്തൊരു റീലൊന്നുമല്ല. പെട്ടെന്ന് ഓഫീസിലെ സ്പേസിൽ നിന്ന് ഞാൻ ചെയ്തൊരു റീലാണ്. ഞാനിങ്ങനെ ഫോണിൽ കൂടെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഐ ഹാപ്പൻ ടു സീ എ വീഡിയോ. ഒരു കുട്ടിയുടെ വീഡിയോ ആണ്. പേരൻസ് ആയിരിക്കണം ഷെയർ ചെയ്തിട്ടുണ്ടാവുക. ആ വീഡിയോ കുറച്ച് ഡിസ്റ്റർബിംഗ് ആയിരുന്നു. ആ കുട്ടിയുടെ ഒരു കടുത്ത മെൽറ്റ് ഡൗൺ ആണ്. ആ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് ഞാൻ പറയുന്നില്ല, കാരണം സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിൽ പലർക്കും അത് കണക്റ്റ് ആവും. അപ്പോൾ ഞാൻ ആരെയും പിൻ പോയിൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ സിറ്റുവേഷൻ പറയുകയോ ആ ഗ്ലിംസസ് കാണിക്കുകയോ ചെയ്യാത്തത്. പണ്ടാണെങ്കിൽ ഒരു പക്ഷേ ഞാനും ഇതിനെ വാശിയായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെയാണോ കുട്ടികളെ വളർത്തുന്നത് എന്നൊക്കെ ചിലപ്പോൾ പണ്ടത്തെ നമ്മുടെ അറിവില്ലായ്മയിൽ ജഡ്ജ് ചെയ്തേനെ. പക്ഷേ ഇപ്പോൾ ആഫ്റ്റർ സോ മച്ച് ലേണിംഗ് ആൻഡ് ബീയിങ് എ പേരൻറ്റിങ് കോച്ച് എനിക്കിപ്പോൾ ഡെഫിനറ്റായിട്ട് മനസ്സിലാവും ആ കുട്ടിക്ക് ആ സമയത്ത് ഹെൽപ്പ് വേണം. ആൻഡ് ഓൾസോ പേരൻസ് അതിനെക്കുറിച്ച് അത്രയും അവെയർ ആവുന്നില്ല എന്നുള്ളത് എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാനൊരു വീഡിയോ റീലായിട്ട് ചെയ്തിട്ടത്. ആ റീലിൽ പറഞ്ഞിരിക്കുന്നൊരു കാര്യം, കുട്ടികളുടെ മെൽറ്റ് ഡൗൺ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ ഭയങ്കരമായിട്ട് ടാൻഡ്രംസ് കാണിക്കുന്ന ടോഡ്ലേഴ്സിനെ നമുക്കറിയാമല്ലോ. അപ്പോൾ അവർക്ക് ഒട്ടും ഇമോഷൻ റെഗുലേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സമയമാണത്. അപ്പോൾ ആ സമയത്ത് അത്തരത്തിലുള്ള വീഡിയോകൾ നമ്മളത് എടുത്ത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നത് കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും നന്നാവില്ല. ആ സമയത്ത് അവർക്ക് ക്യാമറ അല്ല ആവശ്യം, നമ്മുടെ പ്രസൻസ് ആണ് ആവശ്യം. ഒന്നാമത് ആ സമയത്ത് ഇമോഷൻ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റെഗുലേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ കൂടെ ഇരിക്കേണ്ട ഒരു സമയമാണ്. അതൊരു കാര്യം. അതുപോലെ തന്നെയാണ് നമ്മൾ അവരുടെ ഇത്രയും ഒരു വൾണറബിൾ ആയിട്ടുള്ളൊരു മൊമെൻറ്റ്, അവരുടെ ഏറ്റവും ദുർബലമായിട്ടുള്ളൊരു സമയത്തെ നമ്മൾ ഷൂട്ട് ചെയ്ത് നമ്മളിത് പുറം ലോകത്തെ കാണിച്ചു എന്ന് അറിയുമ്പോൾ, ഇതിൽ നിന്ന് പുറത്ത് വന്നിട്ടുള്ളൊരു സമയത്ത് അവരത് റിയലൈസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ പലപ്പോഴും എൻ്റെ ഈ കാര്യങ്ങളൊക്കെ പേരൻസ് നാട്ടുകാരോട് ഷെയർ ചെയ്തോ എന്നുള്ളൊരു കാര്യം പറയുമ്പോൾ കുട്ടി ചിലപ്പോൾ ഒരു ബിട്രയൽ ഫീൽ ചെയ്യും, ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഫീൽ ചെയ്യും. ഇപ്പോൾ നമ്മളോട് വന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ഇമ്മീഡിയറ്റ്ലി അത് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുകയാണെന്ന് പറയുമ്പോൾ കുട്ടിയുടെ ഒരു ട്രസ്റ്റ് അവിടെ ബ്രേക്ക് ആവാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്പെഷ്യലി ഇത്തരം ഭയങ്കര വൾണറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, കുട്ടികളുടെ അത്തരത്തിലുള്ള മൊമെൻറ്റ്സ് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യരുത് എന്നുള്ളത്, ഞാനത് ആ വീഡിയോ കണ്ട് ഇമ്മീഡിയറ്റ്ലി ഷെയർ ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ അത് കണ്ടു കഴിയുമ്പോൾ പല്ലുവിനോട് പറഞ്ഞു, ഞാൻ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ട് ആ വീഡിയോയിൽ കാണപ്പെടുന്നു, യു ഹാവ് ടു ടേക്ക് കെയർ യുവർ മെൻ്റൽ ഹെൽത്ത് ഫസ്റ്റ് എന്നൊക്കെ എന്നോട് പറഞ്ഞു. പക്ഷേ ശരിക്കും ഞാനത് കണ്ടതിൻ്റെ ആ റിയൽ ഇമ്പാക്റ്റിലാണ് ആ ഒരു വീഡിയോ ചെയ്തത്. അപ്പോഴും ഞാൻ ആ വീഡിയോ ചെയ്ത ആളുകളെ ഒന്നും പോയിൻ്റ് ചെയ്തിട്ടൊന്നുമല്ല വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ആ വീഡിയോയിൽ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പണ്ട് ഇതുപോലത്തെ ഒരു പ്രശ്നം കാണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതുപോലൊരു മണ്ടത്തരം ഞാൻ പണ്ട് കാണിച്ചിട്ടുണ്ട്. അതൊരു 9 വർഷത്തിന് മുന്നേ ആണ്. എൻ്റെ മൂത്ത മകൾ ചെറുതായിരിക്കുന്ന സമയത്ത് അവൾ സ്കൂളിൽ പോകാൻ മടിയാണ് എന്ന് പറഞ്ഞിട്ട് അവളപ്പോൾ എല്ലാ ദിവസവും ഇതുപോലെ എക്സ്ക്യൂസസ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അവൾ നാളെ കാലുവേദന ആയിരിക്കും എന്തുവാണ് പറഞ്ഞത്. അപ്പോൾ ഇവളത് ആ പറയുന്നതിൻ്റെ ഒരു കൗതുകത്തിലാണ് അന്നത് ഞാൻ ഷൂട്ട് ചെയ്തത്. ചുമ്മാ ഷൂട്ട് ചെയ്തു, പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും അത് കുറച്ച് ഇൻറ്റൻസ് ആയി. അപ്പോൾ അവൾ കരച്ചിൽ പൊട്ടി. ആ കരഞ്ഞു തുടങ്ങിയ മൊമെൻറ്റിൽ ഞാനത് കട്ട് ചെയ്തു, പിന്നെ അവളുടെ കൂടെ ഇരുന്നു. പക്ഷേ എന്നാലും ഇതിപ്പോൾ നാളെ കാലുവേദന എന്ന് പറഞ്ഞ് കരയുമ്പോൾ അതിനകത്തൊരു നമുക്കൊരു തമാശ ഉണ്ടല്ലോ. പക്ഷെ അപ്പോഴും അവൾക്ക് സ്കൂളിലേക്ക് പോകാനുള്ള പ്രശ്നം, അവൾക്ക് ആ ഒരു സെപ്പറേഷൻ ആങ്സൈറ്റി, ആ പ്രശ്നങ്ങളെ ഡീപ്ലി മനസ്സിലാക്കുന്നതിലും അപ്പുറത്ത് ഞാൻ ആ സമയത്ത് ഞാൻ ഗോ ത്രൂ ചെയ്യുന്ന കുറേ പ്രശ്നങ്ങളിലേക്കായിരുന്നു ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കുട്ടി കരയാതെ സ്കൂളിൽ പോയിരുന്നെങ്കിൽ എന്ത് എളുപ്പമായിരുന്നു എന്നുള്ള തരത്തിൽ ഞാൻ എന്നിലേക്കാണ് ആ സമയത്തും ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വെരി ഹോണസ്റ്റ് ആൻഡ് ബീയിങ് വെരി ജെനുവിൻ. അത്തരത്തിലുള്ളൊരു പോയിൻ്റിൽ നിന്ന് ആ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്ന സമയത്തും ഇത്രയും ഫോളോവേഴ്സ് ഉള്ള കാലമൊന്നുമല്ല. അന്ന് ഫേസ്ബുക്കിലാണ് ഷെയർ ചെയ്യുന്നത്. ഫേസ്ബുക്കിൽ എൻ്റെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എല്ലാം കൂടെ കൂടിയിട്ടുള്ള അങ്ങനത്തെ ഒരു ചെറിയൊരു കമ്മ്യൂണിറ്റിയാണ് അന്ന് ഫേസ്ബുക്കിലുള്ളത്.
അവർക്കിടയിലേക്കാണ് ഇത് ഷെയർ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ഇങ്ങനെ കാണുന്ന സമയത്ത് മോളോട് പിന്നെ എല്ലാവരും വന്ന് ചോദിക്കാൻ തുടങ്ങി, സ്കൂളിൽ പോകാൻ മടിയാണല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള പറച്ചിലുകൾ കുട്ടിക്ക് ഭയങ്കര കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കി. ഇതെങ്ങനെയാണ് ചുറ്റുമുള്ളവർ അറിയുന്നത് എന്നുള്ള കാര്യം. ദെൻ ഐ ഹാഡ് ടു അഡ്മിറ്റ്. അതും രസം എന്താണെന്ന് വെച്ചാൽ ഇവൾ എന്നോട് ആദ്യം പറയുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഷോക്കായിരുന്നു, കുഞ്ഞിന് ഇതിന് ഇങ്ങനത്തെ ഒരു വേർഷനിൽ അവൾ എടുക്കുമല്ലോ എന്നുള്ളത്. അപ്പോൾ ഇറ്റ് ടുക്ക് മീ, എനിക്ക് കുറച്ച് സമയമെടുത്തു ഇതൊന്ന് പ്രോസസ്സ് ചെയ്യാനും ഞാൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതും. അത് പിന്നെ പിന്നീട് അങ്ങോട്ടേക്ക് അവളുടെ കോണ്ടൻറ്റുകൾ എന്തെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര മൈൻഡ്ഫുൾ ആയിട്ടാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ രണ്ടാമത്തെ ആളുടെ കാര്യത്തിലേക്ക് വന്നപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ കുറച്ചും കൂടെ മൈൻഡ്ഫുള്ളാണ്. ബട്ട് സ്റ്റിൽ ഐ അഡ്മിറ്റ്, നമ്മൾ ചില സമയത്ത് നമുക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നുന്ന ചില മൊമെൻറ്റ്സ് നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. എന്നോട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നൊരു കാര്യം കമലയുടെ വീഡിയോസ് കൂടുതലായിട്ട് ഇടൂ എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോഴാണെങ്കിലും ഞാൻ കോൺഷ്യസ്ലി എന്തെങ്കിലും അവളുടെ ഒരു വീഡിയോ ഷെയർ ചെയ്യുകയാണെങ്കിൽ ഇതമ്മ എല്ലാവരെയും കാണിച്ചോട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ ചില സമയത്ത് ചില വീഡിയോ ഭയങ്കര പ്ലേഫുൾ ആയിട്ടുള്ള വീഡിയോ, കുസൃതിയുള്ള വീഡിയോ, ഷീസ് ഓക്കെ. അപ്പോൾ അവൾ തന്നെ പറയും ഇത് കാണിച്ചോ എന്ന് പറയും. പിന്നെ അവൾ തന്നെ വന്ന് നോക്കും, ഇത് കാണിച്ചോ, എന്നെ അതൊന്നും കൂടെ കാണിച്ചു തരുമോ എന്ന് ചോദിക്കും. അപ്പോൾ അത്തരത്തിലുള്ള കണ്ടൻറ്റ് മാത്രമാണ് ഞാൻ ഷെയർ ചെയ്യാറുള്ളൂ. ഇതിപ്പോൾ ഷെയറിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ആ വീഡിയോയിൽ ഉദ്ദേശിച്ചൊരു കാര്യം, ഞാൻ ഭയങ്കര ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ എവിടെയും എക്സ്പോസ് ചെയ്ത് കാണിക്കാത്ത, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുടെ പ്രൈവസി ഭയങ്കരമായിട്ട് കീപ്പ് ചെയ്യുന്ന അമ്മയാണ് എന്ന് ഞാൻ എവിടെയും ക്ലെയിം ചെയ്തിട്ടില്ല. കാരണം ഞാൻ അവരെ സോഷ്യൽ മീഡിയയിൽ കാണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ ചിത്രങ്ങൾ പങ്കുവെച്ചിട്ടുണ്ട്. അപ്പോൾ ആരും അത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യരുത് എന്നുള്ളതല്ല ഞാൻ ആ പറഞ്ഞതിൻ്റെ ഇൻറ്റൻഷൻ. ഇവരുടെ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള മൊമെൻറ്റ്സ്, ഭയങ്കര വൾണറബിലിറ്റി കാണിക്കുന്ന മൊമെൻറ്റ്സ് നമ്മൾ എടുത്തിടുന്നത് കുഞ്ഞുങ്ങളെ നാളെ എങ്ങനെയായിരിക്കും എഫക്റ്റ് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ നമ്മൾ മൈൻഡ്ഫുൾ ആവണം എന്നുള്ളതാണ് ആ റീലിൻ്റെ കണ്ടൻറ്റ്. ഇതൊക്കെ പറയാനുണ്ടായ സാഹചര്യം എന്ന് വെച്ചാൽ ചുറ്റുമുള്ള ആളുകൾക്ക് എന്ത് വാർത്ത കിട്ടിക്കഴിഞ്ഞാലും അതിനകത്ത് കുറച്ച് മസാല ഉണ്ടെങ്കിലാണല്ലോ അവരിലേക്ക് കൂടുതൽ റീച്ച് എത്തിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ എഡ്യൂക്കേഷൻ എന്നുള്ളൊരു പർപ്പസോടെ, അല്ലെങ്കിൽ അവയർനെസ് എന്നുള്ള പർപ്പസോടെ ചെയ്ത വീഡിയോയിനെ വളച്ചൊടിച്ച് മറ്റൊരു തരത്തിൽ പലയിടത്തും ഇതിൻ്റെ വേർഷനുകൾ ഞാൻ കാണാനിടയായി. അതിനകത്ത് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കിയൊരു കാര്യം, നമ്മുടെ ചിത്രങ്ങൾ ഉപയോഗിച്ചിട്ട് ഇപ്പം എൻ്റെ ഇമേജും അതുപോലെ തന്നെ വളരെ പോപ്പുലറായ മറ്റൊരു സെലിബ്രിറ്റി ഇൻഫ്ലുവൻസറിൻ്റെ ചിത്രങ്ങളും വെച്ചിട്ട് ഞാൻ അവർക്കെതിരെ സംസാരിച്ചു എന്നുള്ള തരത്തിൽ ക്യാപ്ഷനുകൾ, ഒരു ക്രോസ് ചെക്കിങ്ങും ഇല്ലാതെ ആ കണ്ടൻറ്റ് ഒരു പ്രാവശ്യമെങ്കിലും കേട്ടിട്ടുള്ളവർക്കറിയാം ഇങ്ങനെ ആർക്കും എഗനിസ്റ്റ് ആയിട്ടല്ല ഞാൻ സംസാരിച്ചു എന്നുള്ളത്. പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം, ഇത് ഭയങ്കര ക്ലിയർ ആയിട്ട് ഞാൻ വേറൊരാൾക്ക് എഗനിസ്റ്റ്, അവരെ ടാർഗറ്റ് ചെയ്ത് സംസാരിച്ചു എന്നുള്ള തരത്തിൽ അതിനെ തംബ്നെയിലുകൾ വെക്കുകയും ഇത് പല പ്ലാറ്റ്ഫോമുകളിൽ സ്പ്രെഡ് ചെയ്യുകയും ചെയ്യപ്പെട്ടു. ഇവിടെ ആക്ച്വലി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യാണ്. നമ്മൾ എല്ലാവരും കൂടെ ഇൻക്ലൂസീവ് ആയിട്ടുള്ളൊരു വേൾഡിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു സമയത്ത്, നമ്മൾ എങ്ങനെ ബെറ്റർ ആവാമെന്ന് ആലോചിക്കുന്ന ഒരു സമയത്ത് നമ്മളിവിടെ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുക. അവർക്കെതിരെ സംസാരിച്ചു, അപ്പോൾ അവരുടെ ഫോളോവേഴ്സ് വന്നിട്ട് ഇവർക്കെതിരെ എന്താണ് അവർക്ക് പറയാനുള്ളത്, ഇവരുടെ ഫോളോവേഴ്സ് എങ്ങനെ ഇവരെ ജസ്റ്റിഫൈ ചെയ്യാനുള്ളത്. സോ ഇത് ഭയങ്കര വേറൊരു ടേക്കിലേക്ക് പോകുന്നത് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ആക്ച്വലി ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, ആ കാര്യം ജെനുവിനായിട്ട് മനസ്സിലായിട്ടുള്ള കുറേ ആളുകളുണ്ട്. അതിൻ്റെ ഉദ്ദേശം ഇതാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുള്ള ആളുകളെ കഴിഞ്ഞും കൂടുതൽ ഇതിൻ്റെ തമ്പ് അല്ലെങ്കിൽ ടൈറ്റിൽ മാത്രം വായിച്ചിട്ട് ഇത് മറ്റേ ആൾക്കെതിരെ ഇയാൾ പറഞ്ഞതാണ് എന്നുള്ള തരത്തിലേക്ക് അതിനെ വ്യാഖ്യാനിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പം ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ജെനുവിൻ ആയിട്ടുള്ള ഇൻറ്റൻഷനോടെ ഇനിയാണെങ്കിലും നമ്മളൊരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മളൊരു 10,000 വട്ടം ചിന്തിക്കും. കാരണം ഇതിനെ നമ്മളെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കിപ്പോൾ വേറൊരാളോടൊരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെക്കുറിച്ചൊരു കാര്യം പറയാനുണ്ടെന്നുണ്ടെങ്കിൽ യു ഡൂ ദാറ്റ്. ഞാനിപ്പോൾ വേറൊരാളുടെ വീഡിയോ എടുത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ അവരെ ക്രിട്ടിസൈസ് ചെയ്തിട്ടോ, ഇപ്പോൾ പലപ്പോഴും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ചർച്ചകളിൽ വന്നു പോയിട്ടുള്ള മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് അടക്കമുള്ള പല കാര്യങ്ങളിലും കണ്ടൻറ്റ് ചെയ്യാൻ ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യൂ, ഇതിനെക്കുറിച്ച് പ്രതികരിക്കൂ എന്നൊക്കെ. അപ്പോഴും എനിക്ക് വേറൊരാളുടെ പേര് അല്ലെങ്കിൽ വേറൊരാളുടെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇതിനകത്തേക്ക് ഡ്രാഗ് ചെയ്തിട്ട് അവരെ ബ്ലെയിം ചെയ്തുകൊണ്ട് എനിക്കൊരു കാര്യം ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ജനറൽ ആയിട്ടുള്ള കോണ്ടെക്സ്റ്റിൽ കാര്യം പറഞ്ഞു പോകുന്നത്. കാരണം എനിക്കറിയാം നമ്മളെ പോയിൻ്റ് ചെയ്ത് ഒരാളൊരു കാര്യം പറയുമ്പോൾ അതൊരു ക്രിറ്റിസിസം ആയാലും അതൊരു പോസിറ്റീവ് ക്രിറ്റിസിസം ആയാലും നെഗറ്റീവ് ആയാലും ഒക്കെ നമ്മൾ ഇനീഷ്യലി കേൾക്കുന്ന സമയത്ത് മിക്കവരും ആ ഡിഫൻസിലേക്കാണ് പോവുക. വേൾഡ് ഈസ് എഗനിസ്റ്റ് അസ് എന്ന് നമുക്കൊരു മൊമെൻറ്റിൽ തോന്നിക്കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഏത് ഇൻഡിവിജ്വലിനായാലും. അതുകൊണ്ട് തന്നെ ഞാൻ ആരെയും പിൻ പോയിൻ്റ് ചെയ്തിട്ട് അങ്ങനെയൊന്നും ഒരു കണ്ടൻറ്റും ഉണ്ടാക്കാൻ ആഗ്രഹിക്കാത്ത ആളാണ്. അപ്പോൾ ആരുടെയും പേരെടുത്ത് പറഞ്ഞോ അല്ലെങ്കിൽ അവരെയും കൂടി ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ടോ നമ്മൾ അത്തരത്തിലുള്ള കണ്ടൻറ്റുകൾ ക്രിട്ടിസൈസ് ചെയ്യുന്ന കണ്ടൻറ്റുകൾ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ ചുറ്റും.
അപ്പോൾ അങ്ങനെ എല്ലാവരെയും കുറ്റപ്പെടുത്തി ബ്ലെയിം ചെയ്ത് അതിൽ നിന്ന് കണ്ടന്റ് ഉണ്ടാക്കുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം, അല്ലെങ്കിൽ എല്ലാവരെയും തിരുത്തുക എന്നുള്ളതല്ല. ഞാൻ എപ്പോഴും സംസാരിക്കുന്ന ചില പോയിന്റുകൾ നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്. ഇത് മിക്കപ്പോഴും ഞാൻ സ്ത്രീകളുടെ ഇമോഷണൽ വെൽനെസ്സിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്, അല്ലെങ്കിൽ ജനറൽ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്, പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ പഠിക്കുന്നതും ഞാൻ വർക്ക് ചെയ്യുന്നതും അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളിലാണ്. ഞാൻ ടെലിവിഷൻ അല്ലെങ്കിൽ മീഡിയ, സിനിമ ഇതിനൊക്കെ കൊടുക്കുന്ന സമയത്തിനെ കഴിഞ്ഞും കൂടുതൽ സമയം ഇത്തരം കാര്യങ്ങളിൽ സ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്നുള്ള ചില ലേണിങ്സാണ് ഞാൻ ഇത്തരം പ്ലാറ്റ്ഫോമുകളിലൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഇൻറ്റൻഷൻ വേറൊരാളെ ഡീഗ്രേഡ് ചെയ്യാനോ അവരുടെ ലൈഫ് ചോയ്സസിനെ ക്വസ്റ്റ്യൻ ചെയ്യാനോ അല്ല, ബിക്കോസ് അതിന് ഞാൻ ആളല്ല. പിന്നെ ഏറ്റവും അധികം ആളുകൾ വന്ന് കമൻറ്റ് ചെയ്യുന്നൊരു കാര്യമുണ്ട്, അവരവരുടെ കുട്ടികളുടെ കാര്യമല്ലേ അവരവർ നോക്കിക്കോളും എന്നുള്ളത്. നമുക്ക് ഒരു കുട്ടിക്ക് ഒരു അബ്യൂസ് നേരിടുന്ന ഒരു സിറ്റുവേഷൻ ആണെന്ന് വിചാരിക്കൂ. ഒരു ചൈൽഡ് അബ്യൂസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അപ്പോൾ നമ്മൾ പറയുമോ അവരുടെ കുട്ടിയാണ്, അവരെന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, തല്ലുന്നെങ്കിൽ തല്ലട്ടെ, കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ എന്ന്? ഇല്ല. ആ സമയത്ത് കൃത്യമായിട്ട് സ്റ്റേറ്റ് ഇടപെടും, നിയമം ഇടപെടും, അല്ലേ? ഈ നാട്ടുകാരായ നമ്മൾ പോലും ചിലപ്പോൾ കണ്ടു നിന്നു എന്ന് വരില്ല, അവരുടെ കുട്ടിയാണല്ലോ എന്ന് വിചാരിക്കില്ല. ആ സമയത്ത് നമുക്ക് കുട്ടി നമ്മുടെ എല്ലാവരുടെയുമാണ്, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിൻ്റെ പൗരനാണ് എന്നുള്ള ഒരു ബോധ്യം നമുക്ക് ആ സമയത്ത് വരും. അപ്പോൾ അതുപോലെ കുട്ടികളുടെ ഇമോഷണൽ ഹെൽത്തിനെ, അവരുടെ മെൻ്റൽ ഹെൽത്തിനെയൊക്കെ എഫക്റ്റ് ചെയ്യും എന്ന് നമുക്ക് ഉറപ്പുള്ള ചില കാര്യങ്ങൾ, അതിന് എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റഡീസ് നടന്നിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ റിസർച്ച് നടന്നിട്ടുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അത് കളക്റ്റീവായിട്ട് ഇവിടെ അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇമോഷണലി ഹെൽത്തി ആയിട്ട് വളരാനുള്ളൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിന്, അതിനെ സംബന്ധിച്ച് അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഞാനിതൊന്നും ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഡെഫിനറ്റായിട്ട് പറയാം അവരുടെ പിള്ളേർ അവരെന്തെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിക്കാം. പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഞാനൊരു മെൻ്റൽ വെൽനെസ് ഫേം റൺ ചെയ്യുന്ന ഒരാളാണ്. ഐ ആം ദ ഫൗണ്ടർ ഓഫ് ബിക്കമിങ് വെൽനെസ്. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് സൈക്കോളജിസ്റ്റുകളുണ്ട്, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റുകളും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളും കോച്ചസും, അതിൽ തന്നെ പേരൻറ്റിങ് കോച്ചസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ ഓരോ ദിവസവും കാണുന്ന കേസസ്, അല്ലെങ്കിൽ എത്രത്തോളം കോംപ്ലക്സ് ആണ് കുട്ടികളുടെ ലോകമായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു പരിധിവരെയെങ്കിലും കൃത്യമായൊരു പിക്ചർ കിട്ടിയിട്ടുള്ള ഒരാൾ കൂടിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെഫിനറ്റായിട്ട് നമുക്ക് കൺസേൺ ഉണ്ടാവുക സ്വാഭാവികമാണ്. പിന്നെ മുതിർന്നവരെ പലപ്പോഴും നമ്മൾ കേൾക്കുമ്പോഴാണ് എത്രയോ കുഞ്ഞിലെ ചൈൽഡ്ഹുഡിൽ കിട്ടിയിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ പേരൻസ് അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോകുന്ന ചില കാര്യങ്ങൾ, സ്നേഹമെന്ന് ധരിച്ച് ചെയ്തു പോകുന്ന കാര്യങ്ങൾ പോലും വലിയ ഇൻഫ്ലുവൻസ് അവരുടെ ഭാവിയിൽ, അവരുടെ ബിഹേവിയറിൽ ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളതൊക്കെ റിയലൈസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നൊരു കൺസേൺ ഉണ്ടാവുമല്ലോ. അയ്യോ ഇനിയത്തെ കുഞ്ഞുങ്ങൾക്കെങ്കിലും അങ്ങനെ സംഭവിക്കരുത്. അത്തരത്തിലുള്ള ചില കൺസേണുകൾ കൊണ്ട് ഒരു എഡ്യൂക്കേറ്റർ എന്നുള്ള നിലയിൽ കൂടിയാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയാണ്, നമ്മൾ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ജെനുവിനായിട്ടുള്ള ഇൻറ്റൻഷനോടെ ചെയ്യുന്ന കാര്യങ്ങളെ അത് കാണുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതും എനിക്കറിയാം. അങ്ങനെയുള്ള സമയത്ത് വികൃതമായിട്ടുള്ള ക്യാപ്ഷനുകൾ നൽകി അതിനെ ഒരു ഹെയ്റ്റ് ക്യാമ്പയിനാക്കി മാറ്റി വേറുള്ളവരുടെ പേരുകൾ ഇതിനകത്തേക്ക് വലിച്ചഴിച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് റീച്ച് കൂട്ടാനുള്ള കണ്ടൻറ്റാക്കി ഉപയോഗിക്കരുത്. നിങ്ങളുടെ ഉദ്ദേശം എത്ര നല്ലതാണെങ്കിലും, ഞാൻ സമ്മതിക്കുന്നു നിങ്ങളുടെ ഇൻറ്റൻഷൻ ചിലപ്പോൾ നല്ലതായിരിക്കും, ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തുക എന്നുള്ളതായിരിക്കും. പക്ഷേ തമ്പ് മാത്രം വായിച്ചിട്ട് പലർക്കുമെതിരെ ഹെയ്റ്റ് വാരി വെതറി പോകുന്ന കുറേ ആളുകളെ കാണുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചിടത്തു നിന്ന് എങ്ങോട്ടേക്കാണ് അതിൻ്റെ ക്വാളിറ്റി പോകുന്നതെന്ന് മനസ്സിലാകുമ്പോൾ ശരിക്കും വിഷമമുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ഇത് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. താങ്ക് യു.